ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഓണം റിലീസായി തിരഞ്ഞെടുക്കുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, രജീഷ വിജയൻ, മാളവിക ശർമ്മ, സഞ്ജു ശിവറാം എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇന്ന് രാവിലെയോടെ കേരള പ്രീസെയിലായി 2,25 ലക്ഷം രൂപയും വേൾഡ് വൈഡ് പ്രീസെയിലായി 3,40 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 2,50 ലക്ഷം റേഞ്ചിലേക്കും വേൾഡ് വൈഡ് പ്രീസെയിൽ 3,75 ലക്ഷം റേഞ്ചിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ബുക്ക് മൈഷയിലൂടെ ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 1,500 മുതൽ 2,000 ടിക്കറ്റുകൾ വരെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നിവിൻ പോളി നായകനായി ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മറ്റന്നാൾ, അതായത് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്ന മലയാള സിനിമയാണ് ബദലഹേം കുടുംബ യൂണിറ്റ്. ഓണം റിലീസായി തിരഞ്ഞെടുക്കുന്ന ഈ സിനിമയിൽ നിവിൻ പോളിക്കൊപ്പം മമിത ബൈജു, സംഗീത് പ്രതാപ്, ധ്യാൻ ശ്രീനിവാസൻ, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, സൃന്ദ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. പാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിങ്ങനെ 3 പേരാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അജ്മൽ സാബു ഛായാഗ്രഹണവും എഡിറ്റിംഗ് ആകാശ് ജോസഫുമാണ്. വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 75 ലക്ഷം രൂപയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിരഞ്ഞെടുത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് തുടക്കം. ആശിഷ് ജോ ആന്റണി, മോഹൻലാൽ, സായി കുമാർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 40,10 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 12ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 48 ലക്ഷം രൂപയാണ്. അങ്ങനെ 22,03 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസായി 12 ദിവസം കൊണ്ട് 24,70 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 40,65 ലക്ഷം രൂപയുമാണ്. സൂര്യനായകനായി വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. കേരളം ഉൾപ്പെടെ വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ സിനിമ 5ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് 6,07 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള കളക്ഷൻ. 2,67 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത് 3,25 ലക്ഷം രൂപയ്ക്കാണ്. സിനിമയുടെ 5 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 36 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ 150 കോടി പോസ്റ്റർ പുറത്തു വന്നെങ്കിലും ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 135 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഓഗസ്റ്റ് 14 തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് മകുടം. ഈ സിനിമ തമിഴ്നാട്ടിൽ 5 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 1,38 ലക്ഷം രൂപയാണ്. ആന്ധ്രയിൽ 53 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 25 ലക്ഷം, തെലങ്കാനയിൽ 15 ലക്ഷം, കേരളത്തിൽ 7 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 2,38 ലക്ഷം രൂപയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 2,45 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. സിനിമ ഏകദേശം വാഷ് ഔട്ട് പരുവത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് വിജയം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് കൊറിയൻ കനകരാജു. ഈ സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയിൽ 13,33 ലക്ഷം രൂപയും ആന്ധ്രയിൽ 12,70 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 26,03 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 2,83 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 42 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 29,27 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 5,65 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 34,93 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ശനിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഹുഷാർ പിത്താലു. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് ഭിക്ഷു കൊയാഗുരയാണ്. വാസവി ഗണേശൻ, അനൂഷ് തോറാട്ട്, രമേശ് നഗരേകാന്തി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. സിനിമ ഇന്നലെ ചൊവ്വാഴ്ച ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 53,50,000 രൂപയാണ്. 4 ദിവസം കൊണ്ട് തെലങ്കാനയിൽ 1,71 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ 1,59 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി 4 ദിവസം കൊണ്ട് സിനിമ 3,30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 8,50,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 3,40 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 5 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അത്യാവശ്യം മികച്ച തുടക്കമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.